നമ്മൾ വളരണമെങ്കിൽ നമുക്ക് പെർസിക്യൂഷൻ ആവശ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം പറയാം. ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു മിഷണറി മരണപ്പെട്ടത് കൊണ്ട് ഒറീസയ്ക്കുണ്ടായ ഇന്നത്തെ മിഷന്റെ അവസ്ഥ വ്യത്യസ്തമാണ്. ഏകദേശം 23 സഹോദരന്മാര് മിഷണറി ആയിട്ടുള്ളവരെ ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഒറീസയിൽ നിന്നുള്ളവരാണ്, സന്താലി ട്രൈബിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അതുകൊണ്ടാണ് കർത്താവ് തന്റെ വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്, പത്രോസ് തന്നെ പറഞ്ഞത്, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പെർസിക്യൂഷൻ സഹിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? പെർസിക്യൂഷൻ സഹിക്കാൻ വേണ്ടിയാ, അല്ലേ? ക്രിസ്ത്യാനികളെന്ന പേരിന്റെ അർത്ഥം എന്ന് കളിയാക്കി വിളിച്ച പേരല്ലേ? നമ്മളെ വട്ടപ്പേര് വിളിച്ച പേരാണ്, അല്ലെങ്കിൽ എന്താ നമ്മളെ നിക്നെയിമായിട്ട് വിളിച്ച പേരാണെന്ന് തോന്നുക ക്രിസ്ത്യാനികൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന പേര് തന്നെ കളിയാക്കി കിട്ടിയിരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കർത്താവ് മുതൽ ഇങ്ങോട്ട് 12 ശിഷ്യന്മാരും രക്തസാക്ഷികളെ. ഞാൻ അത് ചിന്തിക്കുന്നത് എങ്ങനെയാണോ, ഈ 12 പേരിൽ ഏറ്റവും പ്രമുഖനായിരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ യേശുവിനെ എന്ത് ചെയ്തതാണ്? തള്ളി പറഞ്ഞാണ്. അറിയില്ല. ഒരു ചെറിയൊരാളെന്ന് ചോദിച്ചു, അറിയാമെന്ന് ചോദിച്ചു, അറിയില്ല. പക്ഷേ പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞു, ഐ എം റെഡി ടു ഡൈ ഹൗ ക്രൈസ്റ്റ് വാസ് ക്രൂസിഫൈഡ്, മൈ സേവിയർ വാസ് ക്രൂസിഫൈഡ്. എങ്ങനെ എൻ്റെ കർത്താവ് മരിച്ചുവോ അതുപോലെ ഞാൻ മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? He had the power of resurrection. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ശക്തിയെ കുറിച്ച് പത്രോസിന് ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ട് we are not ready to die for Christ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇതുവരെ നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. When we experience the power of resurrection, അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ, മരണമെങ്കിൽ മരണം, ജീവിതമെങ്കിൽ ജീവിതം. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിക്കുന്നതിലാമോ മരിക്കുന്നതിലാമോ. എന്തുകൊണ്ടാ? നമ്മളിലുള്ള ശക്തി. നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്കൊക്കെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി. ആ ശക്തി നിങ്ങളിൽ പെരുകിയിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ കഴുത്ത് വെട്ടിയാലും ചിരിച്ചോണ്ട് നിൽക്കാനേ നമുക്ക് കഴിയും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, അവർക്കറിയില്ല നമ്മളിലുള്ള ശക്തിയുടെ വലിപ്പത്തെ കുറിച്ച്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങളെ ഉപദ്രവിക്കൂ, ഞങ്ങൾ വളരട്ടെ, ഞങ്ങളെ തോൽപ്പിക്കൂ, ഞങ്ങൾ ജയിക്കട്ടെ. സോ എത്രത്തോളം പെർസിക്യൂഷൻസ് ദൈവമക്കൾക്ക് ലഭിക്കുന്നു, അത്രമാത്രം നമ്മൾ വളരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കാരണം നമ്മൾ തീയിൽ കിളിർത്തതാണ്, വെയിലത്ത് വാടിപ്പോകത്തില്ല. ആ പോയിന്റ് പറഞ്ഞതിന്റെ 2ാമത്തെ സെക്ഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. അതായത് നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന കർത്തദാസൻ ഹോ എന്ന ജനതയുടെ ഭാഷയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ ഭാഷ പഠിച്ച് ബൈബിൾ മറ്റു പലരുടെയും സഹായത്തോടു കൂടെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചില യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിലും ഒന്നുകൂടെ കേൾക്കുമ്പോൾ I wish to be like him. അവനെ പോലെ ആകുവാൻ ഒരാഗ്രഹമുണ്ട്. കാരണം അതിലൂടെയെങ്കിലും സഭ വളരട്ടെ. രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ദൈവമക്കൾ, പ്രത്യേക സുവിശേഷ കാഴ്ചപ്പാടുള്ള സഭകളിലുള്ള ദൈവമക്കൾ,
നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടത്തി വന്നത് സോഷ്യൽ വർക്കിലൂടെയാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വന്നത്. അത് സ്കൂളുകളായിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സോഷ്യൽ റിഫർമേഷനിലൂടെ ആയിക്കൊള്ളട്ടെ, ഏത് രീതിയിലും കൂടെ ആയിക്കൊള്ളട്ടെ. അപ്പോ ഇവർക്കെല്ലാം ഇത് കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഒന്ന്, അവർക്ക് വിദ്യാഭ്യാസം, കാര്യമായ വിദ്യാഭ്യാസം ഈ മിഷണറിമാർക്ക് ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അവർക്കതിൻ്റെ താല്പര്യമുണ്ടായിരുന്നു, അവരത് ചെയ്തു. പക്ഷെ എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയോട് ഞാൻ പോകുന്നിടത്തെല്ലാം പറയുന്നതാണ്, എല്ലാ മേഖലകളിലും നമ്മളുടെ കുഞ്ഞുങ്ങൾ എത്തപ്പെടണം. നമുക്കറിയാം, നമ്മുടെ ഭാഗം പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് ചാനലിലെ ന്യൂസ് കേൾക്കുന്ന ആളാണ്. ഒരു വ്യക്തി പോലും ഒരു ജേർണലിസ്റ്റ് ആയിട്ട് ഇല്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിലും ചിലപ്പോൾ അവസരം എന്ത് ചെയ്തില്ല, കൊടുക്കത്തില്ലായിരിക്കും. ചാനലുകളിൽ സംസാരിക്കാനായിട്ട് നമുക്ക് ആളില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ജുഡീഷ്യറിയിൽ നമുക്ക് വേണ്ടി ഒരു വെർഡിക്റ്റ് തയ്യാറാക്കാനായിട്ട് വളരെ വിരളമായിട്ട് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് മാധ്യമരംഗങ്ങളില്, ജുഡീഷ്യറിയില്, അതുപോലെ തന്നെ ബ്യൂറോക്രസിയില്, ഈവൻ എന്നോട് വിയോജിക്കാം നിങ്ങൾക്ക്, കുഴപ്പമില്ല, രാഷ്ട്രീയ രംഗങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ദൈവമക്കളുണ്ടാകണം. നമ്മൾ അതിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ എപ്പോഴും വീണ്ടും ഇങ്ങനെ ചുരുങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മേഖലകളും, സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, ബ്യൂറോക്രസി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഏത് മേഖല എടുത്താലും നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകുവാൻ ഉണ്ടാകണം. നമ്മുടെ സഭകൾ അതിലേക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന്, സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ വീണ്ടും മിഷണറിമാർ ചെയ്തു കൊണ്ടുവന്നിരുന്ന സോഷ്യൽ റിഫർമേഷൻ ആക്ടിവിറ്റീസ് നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. അതിനായിട്ടുള്ള അനിവാര്യമായ വിദ്യാഭ്യാസം പുതിയ തലമുറയ്ക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ആക്ട് ഇൻ സൈലൻസ്. ആക്ട് ഇൻ സൈലൻസ്. നമ്മൾ ശാന്തതയോടുകൂടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന് അനിവാര്യമായിട്ട് ഉള്ളതെന്ന് പറയുന്നത്, നല്ല നല്ല പോസ്റ്റുകളിൽ കഴിവുള്ള ആൾക്കാരെ നമ്മൾ പിള്ളേരെ പ്രൊമോട്ട് ചെയ്യണം. അയ്യോ, സ്പോർട്സ് അത് നമ്മൾ സ്വർഗത്തിൽ പോകില്ല, അതുകൊണ്ട് വേണ്ട. അയ്യോ, ആ TV, ഞാൻ കുറ്റം പറയുന്നില്ല, അഡിക്ഷൻ ആകരുതെന്നാണ് പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത്. കണ്ട് അഡിക്റ്റായി അവിടെ കിടന്ന് ജീവിതം നശിപ്പിക്കരുതെന്നാണ്. അതിനകത്ത് കയറാനാണ് പറയുന്നത്, ജോലി ചെയ്യാനാണ് പറയുന്നത്. അതിനകത്ത് കയറി ജുഡീഷ്യറി, സ്പോർട്സ്, ആർട്സ്, എന്താണ് എല്ലാ മേഖലകളിലും നമ്മുടെ ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇരിക്കട്ടെ. അത് കർത്താവിന്റെ നാമമഹത്വത്തിനായി തീരും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു റിഫോർമേഷൻ നമുക്ക് വരാം. അതിനാധാരമായിട്ട് ഒരു കാര്യം കൂടെ, ഒരു കഥ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാനാണ്. കഥയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞൊരു കഥയും പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനാധാരമായിട്ട് വേണ്ടത് നമുക്ക് നല്ലൊരു യൂണിറ്റി വേണം. 4 പേര് കൂടെ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, കർത്താവിന്റെ അടുക്കൽ പോയി. തിക്കും തിരക്കുമായിരുന്നു. അവരെന്ത് ചെയ്തു, 4 പേരും, ഞാൻ ഇന്ന സഭക്കാരൻ, അതുകൊണ്ട് ഞാൻ 4 പേരാണ് കട്ടിലിൽ അങ്ങോട്ട് 4 പേര് നിൽക്കുക. ഒരു സഭക്കാരനായ ഞാൻ, ഇന്നൊരു സഭക്കാരനായ മറ്റൊരു വ്യക്തി, ഇന്നൊരു സഭക്കാരനായ മറ്റൊരു വ്യക്തി, വേർപെട്ട സഭയാന്ന് വെച്ചോ. ഞാൻ പറയാം, ഞാനാണ് മിടുക്കൻ, ഞാൻ വലിക്കുന്നത് ഇങ്ങോട്ടാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. ഇല്ല, ഞാനാണ് പണ്ടേ ആദ്യം വന്ന സഭ, ഞാൻ ഇങ്ങോട്ട് വലിക്കുകയാണ്. 4 പേരും 4 രീതിയിൽ വലിച്ചാൽ എന്ത് ചെയ്യും? ഇവനെ മേൽക്കൂര പൊളിച്ചെത്തിക്കാൻ പറ്റുമോ? അവന് വിടുതലുണ്ടാകുമോ? ഇതാണ് നമ്മുടെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ആദിമ സഭയിൽ ഞാൻ വായിച്ച വാക്യത്തിൽ അവർ ഏക ഹൃദയം, വിശ്വസിച്ചവരെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു? ഏക ഹൃദയം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ഹൃദയമായിരിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ഹല്ലേലൂയ. കട്ടില് ആര് ചുമക്കുന്നു എന്നുള്ളതല്ല, അവിടെ ചുമക്കാനായിട്ട് കിട്ടിയ ഭാഗ്യം ഓർത്ത് ചുമന്ന് അവനെ കൊണ്ടാക്കുക മാത്രമേ ഉള്ളൂ. നട്ടവനും നനച്ചവനും ഏതുമില്ല. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഒരു ഒട്ടകം, ആ ഒട്ടകത്തിന്റെ കുഞ്ഞുമായിട്ട് ഞാൻ ഇരുന്നപ്പോൾ കുഞ്ഞ് ഒട്ടകത്തോട് ചോദിച്ച ഒരു ചെറിയ ചോദ്യം, അമ്മേ, നമുക്കെന്താ നമ്മുടെ മുതുകത്ത് ഇങ്ങനെ ഒരു കൂന്,
അന്നേരം ഒട്ടകത്തിൻ്റെ കുഞ്ഞിനോട് അമ്മ പറഞ്ഞു, നമ്മൾ മരുഭൂമിയിൽ നമുക്ക് ജീവിക്കുന്ന ജീവികളാണല്ലോ നമ്മൾ. അപ്പോൾ എന്തില്ല, അവിടെ വെള്ളം കുറവാണ്, വെള്ളം ശേഖരിക്കാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഒട്ടകത്തിൻ്റെ പുറത്തും തീരുന്നത് ഒരു മുഴ പോലെ, ഒരു കുടം പോലെ ഇരിക്കുന്നത്. അപ്പൊ കുഞ്ഞു ചോദിച്ചു, എന്താ നമുക്ക് നീളമുള്ള കൺപീലികൾ തന്നിരിക്കുന്നതിന്റെ കാരണം എന്താ? നേരം അമ്മ പറഞ്ഞു, മരുഭൂമിയിൽ കാറ്റടിക്കും, പൊടി അടിക്കും, അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് നീളമുള്ള ഈ കൺപീലികൾ തന്നിരിക്കുന്നത്. അമ്മ എന്തിനാ ഞങ്ങൾക്ക് ഇത്രയും നീളമുള്ള കാലുകൾ തന്നിരിക്കുന്നത്? അപ്പൊ പറയും, നീളമുള്ള കാലുകൾ തന്നിരിക്കുന്നത് മരുഭൂമിയിൽ ചതുപ്പ് നിലത്ത് പുതഞ്ഞു പോകും, മരുഭൂമിയിൽ നടക്കാൻ പാടാണ്, അപ്പോൾ കാല് നീട്ടിവെച്ച് നടക്കണം, അതിനാ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവം എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒട്ടകത്തിന്റെ കുഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മേ, നമ്മൾ എന്നാ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് വിട്ട് മരുഭൂമിയിൽ നടക്കാൻ പോകുന്നതെന്ന്. God has given all the abilities and resources and talent and skill, but we are not yet utilizing for His glory. May the Lord bless you to use it. Thank you very much.